പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ നമ്മൾക്ക് കർത്താവ് തന്ന വചനം എന്താണ്? 1 കൊരിന്ത്യർ 1:18 എന്താണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. വചനം ശക്തിയാണ്. വചനം മുട്ട വിരിഞ്ഞ് വരണത് എന്താണ്? ശക്തിയാണ് നമുക്ക് ലഭിക്കണത്. ഓരോ വചനവും നമ്മൾ പുട്ടിൻ്റെ പ്രാക്ടീസ് ആകുമ്പോൾ നമ്മൾ ബലം പ്രാപിച്ചു വരും. വചനത്തിൽ അങ്ങനെ ബലം പ്രാപിക്കണത്. അപ്പം എന്തിനാണ് വചനം പാലിക്കണത്? നമ്മൾ വചനം എന്തിനാണ് പാലിക്കണത്? വചനത്തിൽ ഉള്ള ശക്തി സംസ്കരിച്ച് ആത്മശക്തി. നമ്മൾ ആത്മശക്തി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് അല്ലേ? നമ്മളെ ആത്മശക്തി എന്ന് പറയുന്നത് കോൺഫിഡൻസ്, ആത്മവിശ്വാസമല്ല. നമ്മളെ ആത്മശക്തി എന്ന് പറയുന്നത് വചനം പാലിക്കുക വഴി ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിന് ദൈവശക്തിയിൽ ബലം പ്രാപിക്കും. അതുകൊണ്ട് ഈ യോഹന്നാൻ യോഹന്നാൻ പറയുന്നില്ലേ, റോമ 1:16 എന്താണ്? രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് സുവിശേഷം. ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 1:16 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാണ് ലജ്ജിക്കണത് വചനത്തെക്കുറിച്ച്? നാശത്തിലൂടെ ചരിക്കുന്നവര്, ലോകത്തിലൂടെ ചരിക്കുന്നവര്, കുരിശിൻ്റെ വചനം പോഷത്വമായിട്ട് തോന്നുന്നവരാണ് വചനത്തെക്കുറിച്ച് ലജ്ജിക്കണത്. അതാരാണ്? നാശത്തിലൂടെ ചരിക്കുന്നവർ. ഉറപ്പല്ലേ അത്? അതായത് അപ്പോൾ 1 കൊരിന്ത്യൻസ് 1:18 റോമ 1:16 തമ്മിൽ ഭയങ്കര ബന്ധമാണെന്നല്ലേ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയത്. എന്താ കാര്യം? അതായത് കുരിശിൻ്റെ വചനം ചിലർക്ക് ഭോഷത്വമാണ്. അവരാരാണ്? നാശത്തിലൂടെ ചരിക്കുന്നവരാണ്. അതായത് നിത്യജീവൻ്റെ മാർഗത്തിൽ അല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് എന്താ സംഭവിച്ചിരിക്കണത്? സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. അപ്പം ആരോ ലജ്ജിക്കുന്നുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ആരാ ലജ്ജിക്കണത്? നാശത്തിലൂടെ ചരിക്കുന്നവരെ, കുരിശിൻ്റെ വചനം പോഷത്വമായി തോന്നണവരാണ് ലജ്ജിക്കുന്നത്. അതാണ് സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ഒന്നേറ്റ് പറഞ്ഞ്, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്നവർ ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പം സുവിശേഷം എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ്. അതാ റോമ 1:16 പറയണത്. ചുമ്മാ ശക്തി അല്ലത്. എന്താണ്? വെറുതെ ശക്തിയല്ല. ഈ ശക്തി നമ്മളെ പുള്ള് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ശക്തി നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്, ഉന്തി തള്ളി മുൻപോട്ട് വിടുന്നുണ്ട്. എങ്ങോട്ടാണ്? രക്ഷയിലേക്ക്. അതാണ് റോമ 1:16 പറയണത്. രക്ഷ എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ് രക്ഷ. ക്രിസ്തുവാണ് രക്ഷ. അപ്പം ക്രിസ്തുവിലേക്കാണ് ഓരോ വചനവും നമ്മളെ അതായത് ഇങ്ങനെ പുഷ് ചെയ്ത് വിടുന്നത് രക്ഷയിലേക്ക്. കാര്യം എന്താണ്? ക്രിസ്തുവാണ് രക്ഷ. ഇപ്പോൾ ലൂക്ക 2:30 നമ്മൾ വായിക്കുമ്പോൾ എന്താ വായിക്കണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാണ് ക്രിസ്തു. അതിനകത്ത് ഗ്രീക്കുകാരുണ്ട്, യഹൂദരുണ്ട്. അപ്പോൾ ഈ യഹൂദർക്കായാലും ഗ്രീക്കുകാർക്കായാലും, യഹൂദർ എന്ന് പറയണത് തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഗ്രീക്കുകാരെന്ന് പറയണത് പുറജാതികൾ. എന്നുവെച്ചാൽ എല്ലാ സമ്പൂർണമായ മനുഷ്യർക്ക് ക്രിസ്തു ആരാണ്? രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, അങ്ങ് രക്ഷയിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയായ വചനം പ്രയോഗത്തിൽ വരുത്തി വചനത്തിലെ പരിശുദ്ധ അമ്മയെ പോലെ വിശ്വസിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച് അടയാളത്തിലൂടെ ശിഷ്യന്മാരെ വിശ്വസിച്ചതുപോലെ ലോകത്തിന് കൊടുത്തതുപോലെ അതുവഴി ഗ്രീക്കുകാരെ ശിഷ്യന്മാരെ സമീപിച്ച് അവര് വഴി ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടതുപോലെ. അതാണ് വിഷയം. ഒന്നെങ്കിൽ നമുക്ക് ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടാം, അല്ലെങ്കിൽ വികർഷിക്കപ്പെടാം. ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടാം, അല്ലെങ്കിൽ വികർഷിക്കപ്പെടാം. ആകർഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? സുവിശേഷത്തെ കുരിശിൻ്റെ വചനമായിട്ട് തന്നെ ഉൾക്കൊള്ളണം. കുരിശിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് കുരിശാണെങ്കിൽ നിലത്ത് വീണ് അഴിയണം. ഒന്ന് നിലത്ത് വീഴണം, രണ്ടാമത് അഴിയണം. ഇപ്പം നിലത്ത് വീഴണത് ഒന്ന്, അഴിയണത് വേറെ ഒന്ന്. രണ്ട് ഘട്ടമാണ് കുരിശിൻ്റെ വചനത്തിനുള്ളത്. ഒന്ന് നിലത്ത് വീണ്. ഇപ്പം യേശുവിൻ്റെ നാമത്തിലൊരു വചനം എടുക്കുമ്പോൾ നമ്മളൊന്ന് നിലത്ത് വീണിരിക്കും, ഫ്ലാറ്റായി പോകും. നമുക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ, ലാഭം ഉണ്ടാകത്തില്ല. അതാണ് കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു സ്വഭാവം. ഒരു വചനം നമ്മൾ നിറവേറ്റുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകും. ഇപ്പോൾ ഒരു ഉടുപ്പ്, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കാൻ പറയത്തില്ലേ? അപ്പോഴത് നടപ്പിൽ വരുത്തുമ്പോൾ നമ്മൾ താഴെ വീഴും. നമ്മൾ രണ്ടുടുപ്പിൻ്റെ ഗമയിൽ നടക്കിയിരുന്നല്ലോ, അപ്പോൾ നമ്മൾ താഴെ വീഴും. നമുക്കൊരു ഉടുപ്പിലെ പിന്നെ ഉണ്ടാകത്തുള്ളൂ. കുരിശിൻ്റെ വചനം എപ്പോഴും നമുക്ക് പ്രഥമ ദൃഷ്ടിയ നഷ്ടം ഉണ്ടാക്കും. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലുള്ള പരിപാടിയാണ്, നെല്ലിക്ക പരിപാടിയാണ് വചനത്തിനുള്ളത്. ആദ്യം കഴിക്കും നമുക്ക്, പിന്നെയും മധുരിക്കും. എന്താ കാര്യം? നമ്മളെ പിന്നീട് നമുക്ക് അത് നിത്യജീവനാണ് ലഭിക്കണത്. അതാണ് അവിടെ വിഷയം വരണത്. നിത്യജീവനിലേക്കാണ് നയിക്കണത്. അപ്പോൾ നിത്യജീവൻ നയിക്കുമ്പോൾ ആദ്യത്തെ എല്ലാം, ഇപ്പം നിൻ്റെ വൈഫ് വഴക്കിട്ട് പോയി, അവൾ തന്നെ ചവിട്ടിത്തേച്ച് പോയതാണ്. അപ്പോൾ അവളെ ചെന്ന് ദൈവം യോജിപ്പിച്ചതാണെന്നും പറഞ്ഞ് നമ്മൾ വിളിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ പറയും, നീ എന്ത് പെൺകോന്തനാടാ, നീയാണ് അവളെ കെട്ടിയത്, അവൾ നിന്നെ കെട്ടിയതാണ്, നാണം ഉണ്ടാടാന്നൊക്കെ ചോദിച്ചു. ഇനി വിളിച്ചുകൊണ്ട് വാ, ഇനി അവളുടെ അടിമയായിട്ടൊക്കെ ജീവിച്ചോ ഇവിടെ വന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയുടെ വാക്ക് നോക്കത്തില്ല, അവളുടെ മുമ്പിൽ തോറ്റുപോയെന്ന് വിചാരിക്കത്തില്ല, കർത്താവ് ജയിച്ചാൽ മതിയെന്നാണ് നമ്മൾ വിചാരിക്കണം. അപ്പം നമ്മൾ താഴെ വീണല്ലോ, താഴെ വീണു. ഗോതമ്പ് മണി എപ്പോഴും താഴെ വീഴും, താഴെ വീണ് അഴിഞ്ഞും പോകും ചിലപ്പോൾ. അപ്പം അഴിഞ്ഞു പോകുമ്പോൾ കർത്താവ് പറയണത് ഈ കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രോസസ്സാണത്. അത് ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ 12:24 ഗ്രീക്കുകാർ വരാൻ പോണെന്ന് പറയുമ്പോൾ തന്നെയാണ് ഈശോ ഈ താഴെ വീണ കാര്യമൊക്കെ പറയണത്. എന്താ പറയണത്? 12:24 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ഒന്ന്, രണ്ടാമത്തെ എന്താണ്? നിലത്ത് വീണാൽ മാത്രം പോരാ, അഴിയുകയും ചെയ്യും, നഷ്ടമായിരിക്കും. നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും. ഇപ്പം കുരിശിൻ്റെ വചനത്തിനും കുരിശിൻ്റെ അല്ലാത്ത വചനത്തിനും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുരിശിൻ്റെതല്ലാത്ത വചനം, നാശത്തിലേക്കുള്ള വചനത്തിനുള്ള പ്രത്യേകത, അത് നിലത്തും വീഴത്തില്ല, അഴിയത്തുമില്ല, അതേപടി ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടം അതാണല്ലോ, അതേപടി ഇരിക്കാൻ. എല്ലാവർക്കും ഇഷ്ടം അതാണ്, അതേപടി ഇരിക്കണം. നേരത്തെ നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകരുത്, നമുക്ക് അസ്വസ്ഥത ഒന്നും ഉണ്ടാകരുത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതേപടി ഇരിക്കണം. ഇപ്പം അച്ഛന്മാരുടെ ട്രാൻസ്ഫർ നടക്കുന്ന സമയമാണ്. ഇപ്പം ചില അച്ഛന്മാർ വിചാരിക്കും ഈ ഇടവകയിൽ തന്നെ ഇരുന്നാൽ കൊള്ളാമായിരുന്നെന്ന് പറയാം, അതേപടി ഇരിക്കാൻ.
ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ കുറേ പള്ളി ഇരുന്നപ്പോൾ അതേപടി ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതേപടി ഇരിക്കാൻ നമുക്ക് ചേഞ്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ നീ നിലത്ത് വീഴണമെന്ന് പറയും, അഴിയണമെന്ന് പറയും. അല്ലെങ്കിൽ അതേപടി ഇരിക്കും. അതേപടി ഇരുന്ന നാശത്തിലേക്കുള്ള വഴിയാണത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ മഹത്വം, 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 ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, സ്തുതി, ഹല്ലേലൂയ. 24 കണ്ടില്ലേ സഹോദരങ്ങളെ? 12:24 ഗ്രീക്കുകാർ വരുമ്പോഴാണ് ഈ ജ്ഞാനം എല്ലാം വരണത്. എന്നാ പറയണത്? 12:24 യോഹന്നാൻ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ 25 വാക്യം, തൻ്റെ ജീവനെ, യോഹന്നാൻ 12:25, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവന് വേണ്ടി അതിനെ കാത്തു സൂക്ഷിക്കുന്നു. അപ്പം അതേപടി ഇരിക്കുന്ന അവസ്ഥയാണ് നാശത്തിലേക്കുള്ള വഴി. അത് ചേഞ്ച് വരുത്തുന്ന അവസ്ഥയാണ് ഇപ്പം തന്നെ ആണ് നിത്യജീവനിലേക്ക്. അപ്പം നമ്മുടെ ഓരോ പ്രവർത്തനവും നിത്യജീവനാണ് നടപ്പിൽ വരുത്തണമെന്ന് ഓർക്കണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മരിപ്പിന് പോയി, പിന്നെ ഒരു കല്യാണത്തിനും പോയി, ഒരു വീട് വെഞ്ചരിക്കാനും പോയി. എൻ്റെ ഇടവകയെ തൈക്കടശ്ശി ചില സ്ഥലങ്ങളിലൊക്കെ ഈ അസുഖങ്ങളുള്ളതാണ്. അപ്പോൾ എന്നോട് ചില ആളൊക്കെ പറഞ്ഞ്, ഇപ്പം എന്തിനാച്ചാ തിരക്കിട്ട് പോണേ, വല്ല കാര്യമുണ്ടോ, പോകേണ്ട കാര്യമുണ്ടോ, അതൊക്കെ കഴിയട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് സുഖപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വീട് വെഞ്ചരിപ്പ് തുടങ്ങിയാൽ പോരെ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അത് ശരിയാ. പല വീട് വെഞ്ചരിപ്പിന് ഞാൻ ചെല്ലുമ്പോഴുണ്ട് 10-25 പേരെ ഉണ്ടായത് അവിടെ. എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോയെങ്കിലും അന്തരീക്ഷം അത്ര ഗുണകരമല്ല. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അത് വലിയ ആശ്വാസമായി അവിടെ. എന്താണ്, എല്ലാവരും ഒക്കെ ഒരേ വിറങ്ങലിച്ച് പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കണ കാലമല്ലേ. അപ്പം അവർക്കൊന്നും മാറി താമസിക്കണം. അവർ വേറെ അന്യ നാട്ടിൽ നിന്ന് എൻ്റെ ഇടവകയെ വന്ന് പുതിയതായിട്ട് വീട് കെട്ടി താമസിക്കാൻ പോവുകയാണ്. അപ്പം ചെന്ന് വെഞ്ചരിച്ച് കൊടുക്കണം അത്യാവശ്യമാണ്. അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോകണം. അപ്പോൾ എനിക്ക് അതേപടി ഇരിക്കാനുള്ളൊരു മോഹം തോന്നിയായിരുന്നു. ഞാനൊരു കല്യാണത്തിൽ പോയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞങ്ങളൊരു 25 പേര് ആ കല്യാണത്തിനുണ്ടായിരുന്നു. അപ്പോഴും എന്നോട് പലരും പറഞ്ഞു, എന്തിനാണ് കല്യാണത്തിൽ പോണത്? ചിലപ്പോൾ ഒരു വചനം അവരോട് പറഞ്ഞാൽ, അപ്പം ഞാൻ അവരോട് ചെന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കല്യാണത്തിന് പറഞ്ഞത്, അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കെട്ടിക്കണതെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ വരാൻ പോണ കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാൻ പറ്റും. ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളില്ലേ. അപ്പം അവർ എന്തെങ്കിലും ചെയ്യാതെ വരികയാണെങ്കിൽ അമ്മ അവിടെ ഉണ്ടെങ്കിൽ ആദ്യം അമ്മയ്ക്ക് അതറിയാൻ പറ്റും. അപ്പം അമ്മയ്ക്ക് നിങ്ങളുടെ ഈ തന്നിരിക്കുന്ന പ്രതിഷ്ഠ, നിങ്ങളിപ്പോൾ 2 പേരും കൂടിയാണ് ഒരുമിച്ചാണ് ഇപ്പോൾ കർത്താവിൻ്റെ ആൾക്കാരെ നിൽക്കുന്നത്. 2-3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് വരും. അപ്പം കുഞ്ഞുങ്ങളായിട്ട് വരുന്ന സമയത്തും അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നിങ്ങൾ പ്രതിഷ്ഠ ഓർക്കണം. ഓരോ പ്രതിഷ്ഠയിലൂടെയാണ് അനുസ്മരണ ഉണ്ടാകുകയും നമുക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്യേണ്ടത്. അത്രയും പറഞ്ഞാൽ മതി. അവിടെ ചെന്നിട്ട് പരിക്കെട്ടി പറയേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു വാക്ക് പറയാൻ ചെല്ലണം അവിടെ നമ്മളെ. കാര്യം എന്നോടാണ് ആ വാക്ക്, എനിക്കതാണ് തന്നിരിക്കണം ദൈവം. അപ്പം ഞാനത് ചെന്ന് അവരോട് പറയണം. അതിനുവേണ്ടി കാശും മുടക്കി അവിടെ ഒരു ദിവസവും കളഞ്ഞ് ചെല്ലുകയാണ്. അപ്പോൾ ഒരു വചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അതാണ്. അപ്പോൾ പോകണ്ട, അതേപടി ഇരുന്നാൽ മതിയെന്ന് എന്നോട് പലരും പറഞ്ഞു.
അപ്പോൾ ചില സമയത്തൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ നിൻ്റെ ഒരു രോഗി കിടക്കുന്നുണ്ടോ നിൻ്റെ, അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ കൊറോണ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കുവരവൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വേണേൽ വീട്ടിലിരിക്കാം. അപ്പോൾ നമുക്ക് പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ്, അതേപടി ഇരിക്കാനുള്ളൊരു മോഹമാണ് നമുക്കുള്ളത്. അപ്പോൾ കൊറോണയുടെ ഒരു സംഭവം വെച്ചുകൊണ്ട് നമ്മൾ കൊറോണനെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് നമ്മുടെ സ്വാർത്ഥത സംരക്ഷിച്ചുകൊണ്ട് വേണേൽ നമുക്ക് വേണേൽ അതേപടി ഇരിക്കാൻ പറ്റും. അതേപടി ഇരിക്കണതൊന്നും വചനം മരിയം വചനങ്ങളല്ല, വചനം കുരിശിൻ്റെ വചനങ്ങളാണ്. അതിൻ്റെ സ്വഭാവം നിലത്ത് വീഴുക എന്നുള്ളതാണ്, അതേപടി ഇരിക്കണമല്ല. നിലത്ത് വീഴുക, ചിലപ്പോൾ അഴുകുകയും ചെയ്യണം. ഇപ്പോൾ ആശുപത്രി പോയാൽ പോരല്ല, കയ്യിൽ നിന്ന് കാശും കൊടുക്കണ്ടേ. അപ്പോൾ ആശുപത്രി വേണമെങ്കിൽ പോകാതിരിക്കാം. എന്ത് നാശം പിടിച്ച കൊറോണ അല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രി രോഗമെല്ലാം സൗഖ്യപ്പെട്ട അവർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഭയങ്കര അലക്കി തേച്ച വർത്തമാനം പറയും. എന്താണ്, യോ ഞാൻ പല പ്രാവശ്യം ആശുപത്രി വരാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ എന്താണ് എല്ലാവരും പറഞ്ഞാൽ അവിടെ കയറ്റി വിടുന്നില്ല എന്നാണ് പറയണത്, അതുകൊണ്ടാണ് അതുകൊണ്ടൊന്നും അല്ല വരാഞ്ഞത്. ഇവർക്ക് അതേപടി ഇരിക്കാനുള്ള ആഗ്രഹമാണ്. മനുഷ്യൻ്റെ ഒരു മൗലികമായ ഒരു പണിയാണ് അതേപടി ഇരിക്കുക. അപ്പോൾ കർത്താവ് അത് കുരിശിൻ്റെ വചനമല്ല, അത് നാശത്തിലേക്കുള്ള വചനമാണ്. അതേപടി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പിന്നെ എന്താണ്, അഴിയും, സമൃദ്ധമായ വിളവ് നൽകും, നിത്യജീവനിലേക്കാണ്. നമ്മൾ ഓരോ സമയവും കുരിശിൻ്റെ വചനം എടുക്കണേ എന്തിനാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, എന്തിനാണ്, നിത്യജീവനിലേക്കാണ്. അതാണ് അമ്മ ഒരിക്കലും അമ്മയെ അതേപടി ഇരുത്തിയിട്ടില്ല. അമ്മയെ ഒരിക്കലും ഈശോ വചനം സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞ എലിസബത്തിൻ്റെ വീട്ടിൽ വിട്ടു, തിരിച്ചു കൊണ്ടുവന്നു, വീട്ടിൽ പ്രസവിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു വിട്ടു, ബെത്ലഹേമിലേക്ക് പറഞ്ഞു വിട്ടു, അവിടെ പ്രസവിച്ചു. കുറച്ച് നാളം കഴിഞ്ഞപ്പോൾ അവിടെ അതേപടി ഇരിക്കാൻ പറ്റാതെ അവിടുന്ന് ഈജിപ്തിലോട്ട് പറഞ്ഞു വിട്ടു, തിരിച്ചു കൊണ്ടുവരുന്നു. ഒരിക്കലും അമ്മയെ അതേപടി ഇരുത്തിയിട്ടില്ല. കാര്യം അതേപടി ഇരിക്കാത്ത അവസ്ഥയെല്ലാം അഴിഞ്ഞ് ഫലം നൽകുന്ന. അപ്പം നമുക്കോർക്കും ഇതെല്ലാം പോയിട്ട് എന്ത് കഷ്ടപ്പാടെല്ലാം സഹിച്ചിട്ട് അമ്മയ്ക്ക് എന്നാ കിട്ടി, സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരണ അല്ലേ ഏറ്റവും നല്ലത്. അത് അതേപടി ഇരിക്കണതാണ്. അതേപടി ഇരിക്കാത്ത അവസ്ഥകളെന്ന് പറയണത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഈശോ എന്തുകൊണ്ട് നിനക്ക് അതേപടി ഇരിക്കാൻ പറ്റാതെ വരുന്നു എന്ന് വെച്ചാൽ, ഇന്ന് ഇരുത്തണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിത്യജീവന് വേണ്ടി അസൈൻ ചെയ്തത് കൊണ്ടാണ് ഈ ഓട്ടവും പിടുത്തവും എല്ലാം ഇരിപ്പിരുന്ന് പല സ്ഥലങ്ങൾക്ക് പോകാനും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും ഇടയാക്കണതിൻ്റെ കാരണം ഇതാണ്. പത്രോസിനോട് അവസാനം പറഞ്ഞു കൊടുക്കണം ഇതാണ്, അതേപടി ഇരിക്കാൻ പറ്റത്തില്ല, നീ കൈ ഉയർത്തണം, മറ്റുള്ളവർ അരമുറുക്കും, ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. ദൈവമേതല്ലേ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ഇഷ്ടമില്ലാത്തത് ചെയ്തേ പറ്റത്തുള്ളെങ്കിൽ അത് ഓർക്കണം, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന്. ഇതിൻ്റെ ബാക്കി വചനങ്ങൾ നമുക്ക് നാളെ ധ്യാനിക്കാം. നാളെയും നിങ്ങൾ ഈ ധ്യാനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രബുദ്ധതയും കൂടുതൽ അനുഗ്രഹവും ഉടനെ അർത്ഥവത്തായിട്ടുള്ള ക്രിസ്ത്യ സാക്ഷ്യത്തിനെ സഹായിക്കുകയും അമ്മയെപ്പോലെ തന്നെ നിങ്ങൾ യേശുവിൻ്റെ അമ്മയായി വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വഴി മാറാൻ കഴിയും. നിത്യജീവൻ നിങ്ങൾക്ക് അവകാശമാക്കുകയും ചെയ്യും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ ഈശോയ്ക്കും മാതാവിനും നന്ദി. എൻ്റെ പേര് സോണിയ. എൻ്റെ ഹസ്ബൻഡാണ് അനീഷ് പാപ്പച്ചൻ. ഇതെൻ്റെ കുഞ്ഞ് ആദമ്മോന്. ഞങ്ങൾ പത്തനംതിട്ട കോന്നിയിൽ നിന്ന് വരുന്നു. ഇതുപോലെ ഞങ്ങൾക്ക് കുട്ടികളില്ലാഞ്ഞിട്ട് പല ഹോസ്പിറ്റലിൽ ഞങ്ങൾ കയറി ഇറങ്ങി. 5 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. പല പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. എല്ലാവരും പറയുന്നു നോർമലി പ്രഗ്നൻ്റ് ആവും, പക്ഷേ ഇതുവരെ എവിടെ പോയിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ ജനുവരി 14 കൃപാസനത്തിൽ വന്നു. ഇതുപോലെ എൻ്റെ അമ്മയാണ് പറഞ്ഞത് കൃപാസനത്തിൽ പോയി നോക്കാമെന്ന്. അങ്ങനെ ജനുവരി 14 ഞങ്ങൾ വന്ന് ഉടമ്പടി വെച്ചു. കൃപാസനത്തിൽ വന്നു ഉടമ്പടി വെച്ച് മാർച്ച് ആയപ്പോൾ എനിക്ക് കുഞ്ഞായി. 2 മാസം ഉടമ്പടി വെച്ച് മാർച്ച് ആയപ്പോഴത്തേക്ക് എനിക്ക് കുഞ്ഞായി, പ്രഗ്നൻ്റായി. ഞാൻ നവംബർ 21 എനിക്ക് ഈ ബേബീനെ കിട്ടിയത്. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇതുപോലെ തന്നെ പല കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓപ്പറേഷൻ്റെ സമയത്തും ഇതുപോലെ തന്നെ എനിക്ക് പ്ലാസൻ്റ പ്രീവിയയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട്
ഡോക്ടർമാരെല്ലാം പറഞ്ഞായിരുന്നു ഇന്ന് അനങ്ങാനൊന്നും പറ്റത്തില്ല, പോകുമ്പോഴും നടക്കുമ്പോഴും എല്ലാം സൂക്ഷിക്കണം, ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കോംപ്ലിക്കേഷനാണ്, അങ്ങനെ പല 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 കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഞാൻ അന്നേരം എല്ലാം മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ വൈകിട്ട് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിന് പ്രസവിക്കാൻ കഴിയണം, ഒരു കുഴപ്പവും ഇല്ലാതെ, കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാകാതെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടണം. അതുപോലെ തന്നെ കുഞ്ഞുണ്ടായ സമയത്ത് ഇതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, തൂക്കക്കൂടുതൽ കാരണം അവനും കൈയുടെ എല്ലൊക്കെ ഒടിയെന്നൊക്കെ പല പ്രശ്നങ്ങളും ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാതെ ആ സമയത്ത് ഞാൻ ഓപ്പറേഷൻ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ ആ തൈലം എടുത്ത് ഞാൻ എൻ്റെ വയറിലും തേച്ചിട്ട്, കാശി രൂപ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ വയലിനകത്ത് വെച്ചുകൊണ്ട് ഞാൻ കയറി. അങ്ങനെ ഞാൻ കയറി ഒരു പ്രശ്നവുമില്ലാതെ മാതാവ് എനിക്ക് എല്ലാം നല്ല രീതിയിൽ എനിക്ക് നടത്തി തന്നു. എൻ്റെ അമ്മയത് എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ പ്രയാസങ്ങളെല്ലാം കേൾക്കുന്ന ഒരമ്മയാണ്. ആരില്ലെന്ന് പറഞ്ഞാലും ഏറ്റവും അവസാന ഘട്ടത്തിൽ നമുക്ക് തുണയായിട്ട് വരുന്ന ഒരമ്മയാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കും, മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ രാവിലെ വൈകിട്ടും ഇതുപോലെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. അന്നേരം എല്ലാം ഞാൻ ഈ തൈലം എൻ്റെ വയറിൽ തേക്കുന്നതുകൊണ്ട് സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുമുണ്ട് മാതാവ് എൻ്റെ പല പല സ്വപ്നങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. മാതാവ് എനിക്ക് വെളുപ്പിനെ ഞാൻ 3 മണിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, വെളുപ്പിനെ എനിക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏതൊരു ബുദ്ധിമുട്ട് മാത്രമല്ല, നമുക്ക് മാതാവിൻ്റെ കാര്യം എവിടെ വേണമെങ്കിലും പറയുമ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഞാൻ എല്ലാവരോടും പറയും, ആര് വീട്ടിൽ വന്നെന്ന് പറഞ്ഞാലും എനിക്കിത് മാതാവിൻ്റെ കുഞ്ഞാന്ന് ഞാൻ പറയും. കാരണം എനിക്ക് മാതാവ് തന്ന കുഞ്ഞായത്. എനിക്ക് ഒത്തിരിയും ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ ഇതുപോലെ തന്നെ പാസൻ്റെ പ്രീവ്യൂ അന്നെടുത്ത് 4 കുപ്പി ബ്ലഡ് വേണമെന്ന് എന്നോട് പറഞ്ഞതാണ്. 1 കുപ്പി ബ്ലഡ് പോലും എൻ്റെ ശരീരത്തിൽ കയറ്റേണ്ട ആവശ്യം വന്നില്ല. 4 കുപ്പി ബ്ലഡ് അറേഞ്ച് ചെയ്തതുമാണ്. പക്ഷേ 1 കുപ്പി ബ്ലഡ് പോലും എൻ്റെ ശരീരത്തിൽ കയറ്റേണ്ട അവസ്ഥ വന്നില്ല. കാരണം ഞാൻ അന്നേരം സ്വർഗസ്ഥനായ പ്രാർത്ഥനയെല്ലാം എൻ്റെ മനസ്സ് മൊത്തം മാതാവിൻ്റെ അടുത്താണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാത്രമല്ല, എനിക്ക് കുഞ്ഞിനും ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞ് കുഞ്ഞിനെ ഓപ്പറേഷനായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റി. 1 കുപ്പി ബ്ലഡ് പോലും ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത് സോണിയയ്ക്ക് ഇത് അത്ഭുതമാണ്. കാരണം കുഞ്ഞിന് ഒരു പ്രശ്നവും ഇല്ലാതെ മാത്രമല്ല 1 കുപ്പി ബ്ലഡ് പോലും ഇയാളുടെ ദേഹത്ത് കയറ്റേണ്ട വന്നിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം 4 കുപ്പി ബ്ലഡ് അറേഞ്ച് ചെയ്ത് വെച്ച് ഇയാൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ. കാരണം എന്നെ വീൽ ചെയറിൽ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമല്ല, ബാത്റൂമിൽ പോകണേലും വീൽ ചെയറിൽ തന്നെ ഇയാൾ പോകണമെന്ന് പറഞ്ഞു. ഞാനും അന്നേരം ഇവരൊക്കെ കാണാതെ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നടന്നൊക്കെ പോയെന്ന് പറഞ്ഞാലും എന്നോട് പറഞ്ഞു, ഇയാളുടെ ശരീരം ഒരു ശകലവും അനങ്ങരുത്, കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. കാരണം ഇയാൾ പ്ലാസൻ്റെ പ്രീവിയാണ്. കാരണം ഈ ദേഹം അനങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലീഡിങ് ആവും, ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല, ഹെവി ബ്ലീഡിങ് ആണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാം പറഞ്ഞ് എനിക്ക് അന്നേരം എല്ലാം മനസ്സിൽ ഭയങ്കര ധൈര്യമുണ്ട്. കാരണം എനിക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും അവസാനം എനിക്ക് മാതാവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഓപ്പറേഷന് എനിക്ക് ഓപ്പറേഷൻ പിറ്റേ ദിവസം തലേദിവസം എന്ന് പറഞ്ഞാലും ഞാൻ അന്നേരം എല്ലാം എൻ്റെ മനസ്സുകൊണ്ടെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, എല്ലാം നല്ല രീതിയിൽ നടക്കണം. ആ പ്രാർത്ഥനയ്ക്കും ഫലം ഉണ്ടായി. മാതാവ് നവംബർ 21 എനിക്ക് നല്ലൊരു കുഞ്ഞിനെയും തന്നു. ഇതുപോലെ തന്നെ കുട്ടികളുള്ള സമയത്തെല്ലാം ഞങ്ങൾ പോകുമ്പോൾ എല്ലാം ഞങ്ങളോടെല്ലാവരും ചോദിക്കുമായിരുന്നു, ഇത്ര നാളായിട്ടായില്ലയോ, എന്തുവാ. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഡിലേ ആവുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവസാനം ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല. നേരെ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു. വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പോയില്ല, ഉടമ്പടി വെച്ചത് മാത്രമേ ഉള്ളൂ. ഉടമ്പടി വെച്ച്
മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇനി മാതാവ് തരട്ടെന്ന് വിചാരിച്ചു. മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു. 9-ാം മാസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. 9-ാം മാസം ഞാൻ ഈ വയറും വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് പ്ലാസൻ്റ പ്രീവിയ പ്രശ്നം കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം ഈ ഒരു യാത്ര ചെയ്യില്ലെന്ന് എന്നോട് പറഞ്ഞതാണ്. യാത്ര ചെയ്യേണ്ടത് ഞാൻ യാത്ര ചെയ്ത് ഇവിടെ വന്നു. എൻ്റെ മാതാവ് എന്നെ നോക്കിക്കോളൂന്ന് ഞാൻ പറഞ്ഞു. ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്കിവിടെ വരാൻ പറ്റി. കാരണം വെച്ചാൽ ഒരു ശകലം യാത്ര ചെയ്യേണ്ടത് ഞാൻ കോന്നിന്ന് ഇവിടെ വരെ വന്നു. മാതാവ് എനിക്ക് ഒരു കുഴപ്പം വരുത്തിയില്ല. അന്നൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. അന്ന് പോയതിന് പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഡേറ്റ് എടുത്തിരുന്ന സമയത്താണ് ഞാനിവിടെ വന്നത്. ഒരു കുഴപ്പമില്ലാതെ മാതാവ് എന്നെ കാത്തു. മാതാവിന് 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം എപ്പോഴും എനിക്ക് എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് മാതാവും വേണം. കാരണം നമ്മുടെ ഒരു അമ്മയാണ്. നമ്മുടെ എന്തൊരു ബുദ്ധിമുട്ട് മാത്രമല്ല, നമുക്കൊരു സന്തോഷം വന്നാലും നമുക്ക് അമ്മയോട് പറയാം. നമുക്ക് എന്തൊരു കാര്യവും നമുക്ക് തുറന്നു പറയാൻ പറ്റിയ ഒരു അമ്മയാണ് ഇത്. കാരണം നമുക്ക് ഏതൊരു കാര്യം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ മാതാവുണ്ട്. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട്. ഇതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി വെച്ച സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പോയി കാരുണ്യപ്രവർത്തനം ഞങ്ങൾ പാവം പിടിച്ചവർക്ക് ഡ്രസ്സും കാര്യങ്ങളും ആഹാരവും എല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പത്രം വീട്ടിൽ വരുന്നവർക്കെല്ലാം ഞാൻ പത്രം കൊടുത്തിട്ട് എനിക്കൊരു സന്തോഷം ഇത് പറയുമ്പോൾ. ഞാൻ വീട്ടിൽ വരുന്നവർക്കെല്ലാം ഞാൻ ഈ പത്രം കൊടുത്തിട്ട് ഞാനിത് പറയും, ഇന്ന് മാതാവ് തന്ന ഇത് മാതാവിൻ്റെ കുഞ്ഞാന്ന് ഞാൻ എല്ലാവരോടും പറയും. എനിക്ക് മാതാവ് തന്ന കുഞ്ഞാ. എന്തുവാ എൻ്റെ എല്ലാ കാര്യത്തിനും മാതാവ് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. കാരണം ഏതൊരു കാര്യമായാലും നമുക്ക് വിഷമമായാലും നമുക്ക് തുറന്നു പറയാൻ പറ്റും നമ്മുടെ മാതാവിനോട്. അതിന് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം എനിക്ക് ഇനിയും മാതാവിൻ്റെ അടുത്ത് വരണം, എപ്പോഴും വരണം. അതുപോലെ തന്നെ എൻ്റെ ചേച്ചി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഉടമ്പടി വെക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവർക്കും കുഞ്ഞുങ്ങളില്ലെന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ അവരെ വിളിച്ചോണ്ട് ഞാൻ വന്നേ. കാരണം ഞാൻ പറഞ്ഞു നിങ്ങളും വരാൻ പറഞ്ഞു. എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റായി. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഹോസ്പിറ്റലിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആകുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അന്നേരം അന്ന് അവിടെ നിന്നും കരയുമായിരുന്നു പ്രഗ്നൻ്റ് ആയ സമയത്ത്. ഒരുപാട് നന്ദി മാതാവിന്, ഈശോയ്ക്കും മാതാവിനും നന്ദി. അതുപോലെ തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കും. ഞങ്ങൾ അരമണിക്കൂർ വെച്ച് ഞങ്ങൾ ബൈബിൾ വായിക്കും. പിന്നെ പ്രാർത്ഥന ഇതുപോലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് ഇതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു 5 മണി തൊട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഞാൻ ഇതുപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് സ്വപ്നത്തിൽ വരെ മാതാവ് വന്നിട്ടുണ്ട്. എൻ്റെ സ്വപ്നത്തിൽ ഒരു അത്ഭുതമാണ്. ചില സമയത്ത് എനിക്ക് വെളുപ്പിനെ 3 മണിക്ക് ഞാൻ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് മാതാവിൻ്റെ രൂപം. അന്നേരം ഞാൻ കണ്ണ് തുറന്നു. ഞാൻ മാതാവിനെ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അത്ഭുതം. എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അലർജിയുടെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഉടമ്പടി വെച്ചതിന് ശേഷം എനിക്ക് പ്രഗ്നൻ്റായി കുഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ അലർജി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അലർജി മാഞ്ഞു പോയ കൂട്ട് അതും മാറി. ഒത്തിരി നന്മകൾ നമുക്ക് മാതാവ് തരുന്നുണ്ട്. ഒരുപാട് നന്ദി.